അന്യഭാഷ നിങ്ങളുടെ അതരത്തിലുണ്ടെങ്കിൽ അത് കേൾക്കുന്നൊരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. പിശാചിന് പിടികിട്ടാത്ത ഭാഷ, ദൂതന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷ, അപ്പനറിയാകുന്ന ഭാഷ, അപ്പന് പിടികിട്ടുന്ന ഭാഷ, അപ്പനെ മാത്രം അറിയാകുന്ന ഭാഷ. അത് കിട്ടിയ ദൈവമക്കൾ അതരം തുറന്നേ അന്യഭാഷ പറഞ്ഞേ ദൈവത്തോട് സംസാരിച്ച് ശക്തമായി അന്യഭാഷ അന്യഭാഷ അന്യഭാഷ. അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു. ആ കൈ ചേർത്ത് തട്ടി അന്യഭാഷ പറഞ്ഞു. ലാഖൽ ഖടാമന ശിഖേ റിബംബൽ ഖടാലബ ശിഖേ ലഖബബബബബ ശാദലാ മർതലാ മന അൽബറാ ലഗർഥോ ലിഗന്ദൽ ഖടാലി അർഥൽ ഖന പ്രഭുഡ ലാചാന ഹഡാരബ ശിഖേ ലിഗന്ധനെ ധൂരജാ ലഗശബല ഹംദലാ മനർഥേ ലിഖബബബബബ ശഗദരബല ഹദലെ ബെ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  റിബമമമമമന ഹദരബല ഹദലെ ബെബെബെബെബെനി യദരബല ബല 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 ഇൽമനദനി റിഗലമന ഹദരെ ബെബെബെബെബെ ശിയംദരെ റേം ജനാധനാധനാധനാധന. ആത്മാവിൽ നിറയുക, പരിസരം മറക്കുക, അടുത്ത് കൂടിയിരിക്കുന്നവരെ മറക്കുക, ആത്മാവിൽ നിറയുക. അത്യുച്ചത്തിൽ അന്യഭാഷ പറഞ്ഞ് അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ഇടിനാദം പോലെ ദൈവത്തിന് മഹത്വം കൊടുത്ത് Yeshua, 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 Kalmana Haraba Shekata Lagandala Ardano Libesha La Talkata La Baba Adala Ma Ne Tere He Shari Kata La Ma Lam Jal Ke Tal Boho Shere Helebe Al-Kreshian Al-Karabaliya Dhalama യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, സമനിലങ്ങൾ വെളിപ്പെടട്ടെ, സമനിലങ്ങൾ വെളിപ്പെടട്ടെ, സമനിലങ്ങൾ വെളിപ്പെടട്ടെ. കാറ്റേ നീ അടങ്ങുക, തിരമാലയെ നീ ഒതുങ്ങുക, കാറ്റേ നീ അടങ്ങുക, സമുദ്രമേ നീ അടങ്ങുക. ഈ രാത്രിയിൽ വലിയ ജീവനുകൾ, വലിയ ഡെലിവറൻസുകൾ, വലിയ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നന്നായി കരമടിച്ച്, നന്നായി കരമടിച്ചു ആത്മനിറവോടുകൂടെ കരമടിച്ചു, കരമടിച്ചു, ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചു.
എല്ലാവരും ദിവസം എഴുന്നേറ്റു, എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവാം ദൈവമേ, ഒന്നും മറവാകാതിരിക്കുന്ന അഗ്നിജ്വാല പോലെ കണ്ണുകളുള്ള അത്യുന്നതനായ കർത്താവിന്റെ മുമ്പിൽ, ഹരിമനാഥന്റെ മുമ്പിൽ തേജസ്സിന്റെ അപ്പന്റെ മുമ്പിൽ, മഹത്വത്തിന്റെ രാജാവിന്റെ മുമ്പിൽ ഇരുകരങ്ങളും ഉയർത്തി വിരിച്ചു പിടിച്ചു. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, യേശുവേ, അങ്ങേക്ക് ആരാധന. ഉറക്കെ വിളിച്ചു, ഉറക്കെ വിളിച്ചു, അപ്പാ. യേശുവേ, യേശുവേ, യേശുവേ. ശബ്ദമുയർത്തി വിളിച്ചു, യേശുവേ, 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 യേശുവേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയമാ. ഈ കർത്താവിനെ മഹത്വം കൊടുക്കാം, ഈ പരിശുദ്ധന് സ്തുതി പാടാം, ഈ നല്ല കർത്താവിന് ആരാധന കൊടുക്കാം. എത്ര കൃപയുടെ സമയമാ, എത്ര അവസരമാ, ഭാഗ്യ പദവിയാ ഈ സമയം നമുക്ക് ലഭിച്ചത്. അത് ഉപയോഗിക്കണേ, അത് ഉപയോഗിക്കണേ, അത് യൂസ് ചെയ്യണേ. എങ്ങനെയൊക്കെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? അത് പാടിയാണോ? അത് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാണോ? അത് ഹൃദയത്തിനകത്തു നിന്ന് നന്ദിയുടെ വാക്കുകളായി ഒഴുകിയാണോ? അത് സ്തുതിയായിട്ട് ഒഴുകിയാണോ? അത് സ്തോത്രമായിട്ട് ഒഴുകിയാണോ? അത് ആരാധനയായിട്ട് ഒഴുകിയാണോ? കരമുയർത്തി പിടിച്ച് ജീവനാഥൻ ആരാധന. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. വാസ്തവമായും ആരാധന ഉയരുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു തണുപ്പുണ്ട്, ഒരു സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ഒരു ഭയങ്കര ജീവൻ. പുറത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചുട്ടുപൊള്ളിക്കുന്ന, ചൂടുപിടിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥതകൾ ഉളവാക്കുന്ന വാർത്തകളും സാഹചര്യങ്ങളും മുമ്പിൽ ഉയർന്നു നിൽക്കുകയാ.
എന്നാൽ ഇന്ന് രാത്രിയിൽ അതിനകത്ത് ഓടി വന്ന് കൂടാൻ ഒരു മറവിടം, അതിനൊന്നും സ്പർശിക്കാൻ കഴിയാത്തൊരു ഏരിയ, അതിനൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്ത, അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തൊരു കൂടാരം, ഒരു സങ്കേതം, ഒരു മറവിടം, അത് അപ്പന്റെ സന്നിധി. ഇന്ന് രാത്രി അതിനകത്ത് ഓടി വരാൻ, ഓടിക്കൂടാ. ആ പിതാവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ, ആ ദൈവത്തോട് സംസാരിപ്പാൻ, ആ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, ആ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, ആ കർത്താവിന് മഹത്വം കരേറ്റാൻ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവജനമേ, അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു. പരിസരം മറന്നു, പരിസരം മറന്നു. സഭ ആത്മാവിൽ നിറഞ്ഞു, ദൈവമക്കൾ ആത്മാവിൽ കയറിക്കോ. എല്ലാം മറന്ന് പരിശുദ്ധനോട് സംസാരിച്ച്, എല്ലാം മറന്ന് പരിസരം മറന്ന് കർത്താവിനോട് ഇടപെട്ട് കർത്താവിനോടൊന്ന് സംസാരിച്ച് അപ്പാ 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 ആത്മാവിനാൽ അലങ്കരിക്കപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരെ, ദൈവ തേജസ് കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ജീവൻ കൊണ്ടും നിറവും കൊണ്ടും അലങ്കൃതമാക്കപ്പെട്ട ഭവനങ്ങളുണ്ട്, അലങ്കൃതമാക്കപ്പെട്ട വ്യക്തികളുണ്ട്, അലങ്കൃതമാക്കപ്പെട്ട കുടുംബ ജീവിതങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവഭക്തി കൊണ്ടും ദൈവഭയം കൊണ്ടും ദൈവ സ്നേഹം കൊണ്ടും ദൈവ തേജസ് കൊണ്ടും അലങ്കരിക്കപ്പെട്ട വ്യക്തികളെ, അലങ്കരിക്കപ്പെട്ട കുടുംബങ്ങളെ കാണത്തക്ക നിലകളിൽ, രാജകീയമായ മഹത്വങ്ങളിൽ കാണത്തക്ക നിലകളിൽ പൊന്മോതിരങ്ങൾ, മുദ്രമോതിരങ്ങളിട്ട് ഭൗതിക തലത്തിൽ കാണത്തക്ക നിലകളിൽ ചില അംഗീകാരങ്ങളും പൊന്മോതിരങ്ങൾ, മുദ്രമോതിരങ്ങൾ കൈമാറി ചിലരെ ഭൗതിക ഏരിയകളിൽ അംഗീകരിച്ചു കൊണ്ടുവരുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ദൈവ പദ്ധതികൾ ആത്മഭാഷ പിടികിട്ടുന്നവർ ഇതിനകത്തുണ്ട്.
ആത്മാവ് കൊണ്ട് ആത്മഭാഷയെ ഗ്രഹിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ജഡം കൊണ്ടോ ജഡതലങ്ങൾ കൊണ്ടോ പിടികിട്ടത്തില്ല. ആത്മാവ് കൊണ്ട് ആത്മഭാഷയെ ഗ്രഹിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നിങ്ങളിത് പ്രാപിക്കുകയാ. നിങ്ങളുടെ ഒരു അവകാശം ഈ ഭൂമിയിൽ പാർക്കുന്ന ദേശത്ത് മനുഷ്യരാൽ കാണത്തക്ക നിലകളിൽ, നിന്ദിക്കപ്പെട്ടവരാൽ നിന്ദിച്ചവരാൽ കാണത്തക്ക നിലകളിൽ, കുറ്റാരോപണങ്ങൾ പറഞ്ഞവരാൽ തള്ളിക്കളഞ്ഞവരാൽ കാണത്തക്ക നിലകളിൽ മഹോന്നതനായ ദൈവം ചിലതിനെ വെളിപ്പെടുത്താൻ പോകുകയോ. ഓ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഇതൊരു ആത്മാവിന്റെ ഭാഷ മാത്രമല്ല, ഇതൊരു ആത്മാവിന്റെ ലാംഗ്വേജ് മാത്രമല്ല, ഇതൊരു ആത്മാവിന്റെ ശബ്ദം മാത്രമല്ല. ഇന്ന് രാത്രി വെളിപ്പെട്ട് കേൾക്കുന്ന ആത്മശബ്ദം അനുഭവിക്കുന്ന ഒരു ദൈവ പദ്ധതിയായി, അനുഭവിക്കുന്ന ഒരു പ്രവചന ദൂതായി ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്ത്, വിശ്വസിക്കുന്ന കർത്താവിന്റെ വിലപിടിപ്പുള്ള മക്കൾ ഇതിനകത്ത് ആ കരം രണ്ടും ചേർത്ത് തട്ടെ. പോരാ 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 പോരാ. ആ കരം രണ്ടും നന്നായി ചേർത്ത് തട്ടെ. ശക്തമായി അന്യഭാഷ പറഞ്ഞ് ദൈവപദ്ധതിയുള്ള ചില യോശുവാമാരുണ്ട് ഇതിനകത്ത്. ദൈവപദ്ധതിയുള്ള യോശുവാമാരെ ഇന്ന് രാത്രിയിൽ ഒരു നല്ല തീരുമാനം, വലിയ തീരുമാനം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ എടുക്കാമോ? പാളയത്തിന് പുറത്ത്, തിരക്കുകൾക്കപ്പുറം പാളയത്തിന് പുറത്ത് എന്റെ പിതാവുമായി ഒരുമിക്കുന്ന, പിതാവുമായി സന്ധിക്കുന്ന, പിതാവുമായി സംസാരിക്കുന്ന, ദൈവ തേജസ്സിനെ മുഖാമുഖം കാണുന്ന ഒരു കൂടാരം പാളയത്തിന് പുറത്ത് എനിക്കുണ്ട്. എനിക്ക് വേണം, എനിക്കത് ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിപ്പിടിച്ചു. ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ പോഷിപ്പിക്കപ്പെടാൻ പോകുകയാണ്. എനിക്ക് ഇത് വേണം, എനിക്ക് ഈ വചനം വേണം, എനിക്ക് ഈ ദൂത് വേണം. ഓ ഹല്ലേലൂയ. ഈ ഉലകത്തിലെ എന്തെല്ലാം ഉയർന്നു നിൽക്കുന്ന മഹാസൗഭാഗ്യങ്ങൾ, എന്തെല്ലാം ഉയർന്നു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയാലും അതെല്ലാം നല്ലത്, അതിനെല്ലാം ആമേൻ. എന്നാൽ അതിലുമൊക്കെ എത്രയോ അപ്പുറമായി, അതിന്റെ നോട്ടങ്ങളിൽ, അതിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഓടി ഒളിച്ച് എനിക്ക് നെടുമ്പാട് വീഴാൻ, എനിക്ക് കരയാൻ, എനിക്ക് സംസാരിക്കാൻ, എനിക്ക് കേൾക്കാൻ, എനിക്ക് പ്രാപിക്കാൻ, എന്റെ റൂട്ടുകൾ എനിക്ക് കണ്ടെത്താൻ, എനിക്കതിലൂടെ ഓടാൻ, അപ്പനെ ചുംബിക്കാൻ, അപ്പന്റെ മാർവിൽ വീഴാൻ, അപ്പനിൽ നിന്ന് കേൾക്കാൻ, ആ പ്രസൻസ് അനുഭവിക്കാൻ. പാളയത്തിന് പുറത്തെനിക്കൊരു കൂടാരം, എനിക്കൊരു സങ്കേതം. ഈ ദൂതിന്റെ മുമ്പിൽ ഞാൻ ഒത്തിരി ആമേൻ പറയും, ഒത്തിരി ആമേൻ പറയും. എനിക്കത് എത്ര കിട്ടിയാലും മതി വരത്തില്ല, എനിക്കത് എത്ര കിട്ടിയാലും തൃപ്തി പോരാ. പിതാവിനോട് കൂടെ എത്ര ഇരുന്നാലും എനിക്ക് മതി വരത്തില്ല. ദിവസങ്ങൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ
പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നാലും എനിക്ക് മതിവരത്തില്ല. അങ്ങനെയുള്ളവർ, അങ്ങനെ കൊതിക്കുന്നവർ ദൈവമക്കളുണ്ടോ ഇതിനകത്ത്? ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ ഉയർത്തിപ്പിടിച്ച്, നിങ്ങൾ ഈ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. രാജാതിരാജാവ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. മഹാദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ആരാധന സ്വീകരിക്കാൻ നമ്മളെ ശ്രദ്ധിക്കുന്നു. ആ കർത്താവിന്റെ മുമ്പിൽ അത്രേ കരം വിരിച്ചു പിടിച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ മുമ്പിൽ അത്രേ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണോ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരാൾ കരമുയർത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് കരമുയർത്തുന്നു, അല്പം കഴിയുമ്പോൾ കൈതാക്കുന്നു, വീണ്ടും കരമുയർത്താൻ പറയുമ്പോൾ കരമുയർത്തുന്നു? അങ്ങനെയാണോ നിങ്ങൾ കരമുയർത്തുന്നത്? അതൊരു ചടങ്ങിനു വേണ്ടിയാ. എന്നാൽ ഇന്ന് രാത്രി ചടങ്ങിനു വേണ്ടിയല്ല, വാസ്തവമായും ദൈവസന്നിധാനത്തിങ്കൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ, ആ കർത്താവിന്റെ മുമ്പിൽ, ആ തേജസ്സിന്റെ മുമ്പിൽ, ആ മഹത്വത്തിന്റെ മുമ്പിൽ വീണ്ടും ആ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ 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 രണ്ട് കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി പാടാമോ? Thank you, Holy Spirit. Hallelujah.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിന്, ഞങ്ങളുടെ പിതാവിന്, ഞങ്ങളുടെ യേശുവിന് നന്ദി പറയുന്നു. കരമുയർത്തി പറഞ്ഞ് നന്ദി, നന്ദി, നന്ദി പിതാവ്. ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾക്കുള്ള ആത്മീയ ഭോജനം ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന, ബലശാലികളായി നിർത്തുന്ന ആത്മമന്ന ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവേ. ഞങ്ങളത് ഭക്ഷിക്കുക, ഞങ്ങളത് കുടിക്കുക. നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ മേൽ ഭയങ്കര ബലം കൊണ്ടുവരുന്നു. ഇത് ഞങ്ങളുടെ മേൽ വലിയ ദൈവശക്തി കൊണ്ടുവരുന്നു. ഇത് ഞങ്ങളുടെ ഭാരങ്ങളെ മാറ്റുന്നു. ഇത് ഞങ്ങളുടെ മേൽ വലിയ ധൈര്യത്തെ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ കർത്താവിന് നന്ദി, ഞങ്ങളുടെ രാജാവിന് നന്ദി, ഞങ്ങളുടെ പിതാവിന് നന്ദി, ഞങ്ങളുടെ മഹോന്നതനായ കർത്താവിന് നന്ദി. തുടർന്നും പരിശുദ്ധാത്മാവിങ്കൽ നിന്നും ഞങ്ങൾക്ക് സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിങ്കൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കുകയും പ്രാപിക്കുകയും അങ്ങേ അധികമായി അനുഭവിക്കുകയും ചെയ്യണം. ദൈവം അതിന് സഹായിക്കണമേ. കർത്താവിൻ്റെ വിശ്വസ്തത വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ നീതിക്കായി സ്തോത്രം. അധികമായി അനുഗ്രഹിക്കണം. പരിപൂർണമായും എല്ലാ ഏരിയകളിലും ആശീർവാദങ്ങൾ പ്രാപിച്ചിട്ടല്ലാതെ, ഇവരുടെ എല്ലാ ഏരിയകളിലും ഇറങ്ങിച്ചെന്ന് വിടുവിച്ചിട്ടല്ലാതെ കർത്താവരെ ഇവിടുന്ന് മടക്കി അയക്കരുത്. ദൈവം സംസാരിക്കും, ദൈവം അനുഗ്രഹിക്കും, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കും. ഞങ്ങളുടെ മുമ്പിൽ അതിനെ തുറക്കും. ഞങ്ങളുടെ വിശ്വസതയ്ക്കായി സ്തോത്രം. അത്ഭുതമാക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പരിശുദ്ധ പിതാവാം ദൈവമേ, രണ്ട് കരങ്ങളും ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ആ ഇരു കരങ്ങളും ഉയർത്തി വീശി കർത്താവിന് മഹത്വം കൊടുത്ത്, നന്നായ രണ്ട് കരങ്ങളും ഉയർത്തി വീശി പരിശുദ്ധന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറച്ച് ദൈവമക്കൾക്ക് ഈ പട്ടണത്തിൽ ഒരുമിച്ച് കൂടി വരാനും കർത്താവിന് മഹത്വം കൊടുക്കാനും ദൈവത്തെ ആരാധിപ്പാനും പരിശുദ്ധാത്മാവ് തന്ന നല്ല ഒരു സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നു. വലിയ ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ പകരപ്പെട്ടിരിക്കുന്നല്ലോ. അതനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിനെ ഒത്തിരി അധികമായി കൊതിക്കുന്ന, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ വാസ്തവമായും ഇത് രുചിച്ചവർക്കും ഇത് ദാഹിക്കുന്നവർക്കും പാറ പോലെ ഇരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഹൃദയം നിറയും, കണ്ണുനീര് വെളിയിൽ വരും സാന്നിധ്യത്തിൻ്റെ. ഹല്ലേലൂയ. പാറകൾ പാറ പോലെ ഇരിക്കും. പ്രസൻസ് തൊട്ട് പൊട്ടപ്പെട്ടവർ, ജഡം പൊളിയപ്പെട്ടവർ സ്തുതിച്ചുകൊണ്ടിരിക്കും, കർത്താവിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികമായി എക്സ്പീരിയൻസ് ചെയ്യണം. പരിശുദ്ധാത്മാവിനെ അധികമായി എനിക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞേ. കൊതിയുള്ളവരെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ. കേൾക്കുന്ന, അറിയുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവാം ദൈവമേ, എനിക്കങ്ങ് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യണം, ഒത്തിരി എനിക്ക് അനുഭവിക്കണം. ഒന്ന് ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാട്ടെ. അതിന് അളവുകളില്ല. ഒരു പ്രത്യേക തലത്തിൽ മാത്രം ചലിക്കുന്ന ഒരു ആത്മാവല്ല. 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 50 വർഷമായി ഒരേ നിലകളിലുള്ള ആത്മതലങ്ങളിൽ തുടർമാനമായി ജീവിച്ചു പോകുന്നവരുണ്ട്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെയല്ല. ഓരോ സെക്കൻഡുകളിലും
പരിശുദ്ധാത്മാവിന് അതിൻ്റെ ഫലങ്ങൾക്ക്, അതിൻ്റെ തലങ്ങൾക്ക് ബൗണ്ടറി ഇല്ല, അളവുകളില്ല. അതിനെ ആർക്കും അളന്നെടുക്കാനോ അളന്ന് നിർണയിക്കാനോ ഇത്രേ ഉണ്ടെന്ന് ഇത്രേ ഉള്ളെന്നോ പറയാൻ പറ്റില്ല. അതിങ്ങനെ കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഓരോ സെക്കൻഡിലും ഓരോ ഡേയിലും എനിക്കിതിനെ ഒത്തിരി വ്യത്യസ്ത നിലകളിൽ എനിക്കിതിനെ എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്കിതിനെ അനുഭവിക്കണം. അങ്ങനെയുള്ളവരൊന്ന് സ്തുതിച്ചേ, അങ്ങനെയുള്ളവർ ആ ദാഹത്തോടൊന്ന് സംസാരിച്ചേ. പരിശുദ്ധാത്മാവേ, എനിക്കങ്ങ് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ വ്യക്തമായും അതിനെ കൊണ്ടു നടക്കുന്നവരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്, വ്യക്തമായും ഇത് കേൾക്കുന്നവരുണ്ട്. ദൈവശബ്ദം ഹൃദയത്തിനകത്ത്, ഈ കാതുകൊണ്ടും ഇതിനപ്പുറമായി ഹൃദയത്തിനകത്തൊരു ചെവിയുണ്ട്, ഹൃദയത്തിനകത്തൊരു കേൾവിയുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു കേൾവിയല്ല. അതിനപ്പുറമായി ദൈവശബ്ദത്തെ ഗ്രഹിക്കുന്ന, ദൈവശബ്ദത്തെ ഈ കാതുകൊണ്ട് എന്നവണ്ണം കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ഒരു ചെവി ഹൃദയത്തിനകത്തുണ്ട്. അത് വ്യക്തമായി അത് കേൾക്കും, അത് അനുഭവിക്കും, ആ ശബ്ദം അനുഭവിക്കാൻ കഴിയും. അത് ഊഹാപോഹമല്ല, അത് വ്യക്തമായ ശബ്ദം കേൾക്കാൻ കഴിയും. ഈ കാതുകൊണ്ട് ഒരു മനുഷ്യന്റെ സംസാരം നമ്മൾ എങ്ങനെയാണോ കേൾക്കുന്നത്, അതിലും അപ്പുറമായി ദൈവത്തിന്റെ ശബ്ദം ഹൃദയത്തിനകത്ത് ഭയങ്കരമായി കേൾക്കാൻ കഴിയും. ആ പ്രസൻസ് വെളിപ്പെടട്ടെ. ചിലത് പ്രാപിക്കാൻ അതിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അടുത്ത ചില തലങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കയറാനാ നിന്നെ കർത്താവിന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. നല്ല ശബ്ദത്തിലൊരു ഹല്ലേലൂയ. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥന് വരാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ ഞാൻ പോയാലേ കാര്യസ്ഥന്, പരിശുദ്ധാത്മാവിന് വരാൻ കഴിയൂ. ഒരു സ്തോത്രം, ഹല്ലേലൂയ. നല്ല ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ. അപ്പോ 1% പോലും കുറവ് വരുത്താതെ, എന്തിന് കുറവ് വരുത്താതെ, യേശു പോകുന്നതിനും പോയതിനു ശേഷവും, സ്തോത്രം, യേശു എങ്ങനെയാണോ കൂടെ നടന്നത്, ഹല്ലേലൂയ, യേശു എങ്ങനെയാണോ സംസാരിച്ചത്, യേശു കർത്താവ് എന്തൊക്കെയാണോ ചെയ്തത്, യേശു എങ്ങനെയാണോ പിതാവിനെ വെളിപ്പെടുത്തിയത്, അതിന് 1% പോലും 1% പോലും കുറവ് വരുത്താതെ അതിനെ അതുപോലെ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും അതിനെ അതുപോലെ യേശു ശിഷ്യന്മാരുടെ കൂടെ നടന്ന് സംസാരിച്ചുകൊണ്ട് നടന്നതുപോലെ ഇതൊരു പകരക്കാരനാണോ? ഇത് പകരമായ ഒരാളാണോ? വ്യാഖ്യാനങ്ങൾക്കപ്പുറമായി അതിന്റെ കുറവറിയിക്കാതെ യേശു നടക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയോ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുകയോ, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയോ, പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരികയോ, പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തുകയോ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചവരല്ലോ ഇവിടെ ഇരിക്കുന്നേ, ആത്മാവിന്റെ സ്പർശനം അറിഞ്ഞവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, അന്യഭാഷ അടയാളം പ്രാപിച്ചവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. വിളിച്ചു പറ, മുട്ടോളം പോരാ, അരയോളം പോരാ, പ്രാപിച്ചത് പോരാ, അറിഞ്ഞത് പോരാ, അനുഭവിച്ചത് പോരാ. ഇന്ന് രാത്രി എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അടുത്ത വലിയ തലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, അടുത്ത വലിയ തലങ്ങൾക്കകത്തോട്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവേ എനിക്ക് ഇറങ്ങണം, എനിക്ക് ആത്മനദിയിൽ മുങ്ങണം,
എനിക്ക് ആത്മനദിയിൽ ഇറങ്ങണം. ഒരു വലിയ അത്ഭുതം, പരിശുദ്ധാത്മാവെന്ന ഒരു മഹാത്ഭുതം, ഒരു ദൈവത്വം ഇന്ന് രാത്രി നമ്മുടെ കൈ പിടിച്ചിരിക്കുക. ഭയങ്കര സന്തോഷമല്ലേ? ഹല്ലേലൂയ. ആർക്ക് എന്നെ പരാജയപ്പെടുത്താൻ പറ്റും? ആർക്ക് എന്നെ ബന്ധിക്കാൻ കഴിയും? ആർക്ക് എന്നെ ഒതുക്കാൻ കഴിയും? ഹല്ലേലൂയ. പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ മന്ത്രവാദങ്ങൾക്കോ ആഭിചാരങ്ങൾക്കോ നിന്ദകൾക്കോ ലോകത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആപത്തിനോ വാളിനോ കരമുയർത്തി വിളിച്ചു പറ, യാതൊന്നിനും 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 എന്നെ അപകടപ്പെടുത്താൻ കഴിയുകയില്ല. എന്നെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. എന്നെ ഒതുക്കി പിടിക്കാൻ കഴിയുകയില്ല. എന്നെ ബന്ധിച്ചിടാൻ കഴിയത്തില്ല. വൈ? എന്താ കാര്യം? എന്താ റീസൺ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ പരിച, ഒരു നല്ല ഫ്രണ്ട്, ഒരു നല്ല അപ്പൻ, ഒരു നല്ല കർത്താവ്. അത് കണ്ടോണ്ടാണോ സ്തുതിക്കുന്നത്? അത് അനുഭവിച്ചോണ്ടാണോ സ്തുതിക്കുന്നത്? എന്റെ കൂടെ നടക്കുക, എന്നെ കൈപിടിച്ചോണ്ട് പോവാ. ആ രണ്ട് കരവും ഉയർത്തേ. പോകുന്ന വഴിയിൽ കുഴിയുണ്ട്, പോകുന്ന വഴിയിൽ അനർത്ഥമുണ്ട്, ചതിക്കുഴിയുണ്ട്. ഞാനതിൽ വീഴുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിന്റെ അരികെ വരെ എത്തി. കുഴിയും കുഴിച്ചവരും പ്രതീക്ഷിച്ചു സെക്കൻഡുകൾക്കകത്ത് വീഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രസംഗം കേൾക്കുകയാണോ നിങ്ങൾ? നോ നോ. ഇന്ന് രാത്രി ആത്മാവിന്റെ ലാംഗ്വേജ്, ഹോളി സ്പിരിറ്റിന്റെ ലാംഗ്വേജ് ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. കുഴിയും കുഴിച്ചവരും വിചാരിച്ചു സെക്കൻഡുകൾക്കകത്ത് ഇതിനകത്ത് വീഴാൻ പോകുകയാ. പക്ഷെ കുഴിയും കുഴിച്ചവരും നോക്കി നിൽക്കെ അവിടെ നിന്ന് ഒരു കരം തട്ടിമാറ്റി ഒരു വലിയ നിറവ്, ഒരു വലിയ നിറവ്, ഒരു വലിയ ലവ്, ഒരു വലിയ സ്നേഹം, ഒരു വലിയ കരുണ. ദൈവത്തിന്റെ ഷെപ്പേർഡ്, ഷെപ്പേർഡ്, ഷെപ്പേർഡ്. ജീസസ് ഈസ് മൈ ഷെപ്പേർഡ്. ഇടയന്റെ നടത്തിപ്പ്, ഇടയന്റെ കരുണ, ഇടയന്റെ ഗൈഡൻസ് ഇന്ന് രാത്രി ഭയങ്കരമായി ഇതിൽ വെളിപ്പെടുകയോ.
നീ വല്ലോ അറിഞ്ഞോ? ഞാൻ വല്ലോ അറിഞ്ഞോ? സ്തോത്രം. എത്ര കുഴി നമ്മൾ കണ്ടില്ല, കുഴിച്ച എത്ര എണ്ണത്തെ നമ്മൾ കണ്ടില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഞാൻ ഇന്ന് രാത്രിയിലും CCGM-ന്റെ ഈ സഭാ ഹാളിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒറ്റയ്ക്കല്ല. എന്തൊരു ബലമായത്! ഒരു ചെറിയ കാര്യമല്ല യേശു പറയുന്നേ, ഒരു ചെറിയ കാര്യമല്ല സ്വർഗം നമ്മുടെ കൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കുണ്ട് ഈ പദവി? ഇവിടുത്തെ നേതാക്കന്മാർക്കില്ലാത്ത 24 മണിക്കൂറും പരിചാരകരും സെക്യൂരിറ്റികളും വഹിക്കുന്ന ഉയർന്ന പദവികൾ ഇരിക്കുന്നവർക്ക് ലഭിക്കാത്ത ഒരു വലിയ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രി സ്വർഗം ഇട്ടിരിക്കുന്ന ദൈവജനമേ, കരം നന്നായി ചേർത്ത് തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ആ രണ്ട് കരമുയർത്തേ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഓരോരോ ദൈവമില്ല, നീനല്ലവൻ സർവവല്ലഭൻ, ഓരോരോ ദൈവമില്ല. പറഞ്ഞേ, പരിശുദ്ധാത്മാവാം ദൈവമേ, കരമുയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ നടത്തിപ്പിന് വേണ്ടി എന്നെ സബ്മിറ്റ് ചെയ്യുന്നു, എന്നെ പൂർണ്ണമായും അനുവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കുഴികളും നമ്മൾ കണ്ടില്ല, പക്ഷെ ഈ കുഴികൾ മുഴുവൻ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ രസിക്കുക, ആത്മാവിൽ ആനന്ദിക്കുക, ആത്മാവിൽ ചിരിക്കുക, സന്തോഷിക്കുക. ഇത് സന്തോഷത്തിന്റെ രാത്രിയാണ്, നെടുവെറുപ്പിന്റെയും ഭയത്തിന്റെയും പ്രശ്നത്തിന്റെയും രാത്രിയല്ല. ജയത്തിന്റെ രാത്രി, സന്തോഷത്തിന്റെ രാത്രി, ചിരിയുടെ രാത്രി, നൃത്തത്തിന്റെ രാത്രിയായത്. അഭിമാനമുണ്ടോ പറയാൻ? ധൈര്യമുണ്ടോ പറയാൻ? പ്രാഗൽഭ്യമുണ്ടോ പറയാൻ? എന്റെ കൂടെ സ്വർഗം പരിശുദ്ധാത്മാവിനെ നിർത്തിയിരിക്കുക. യേശു ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ, ശിഷ്യന്മാരോട് സംസാരിച്ചതുപോലെ എനിക്കും ആ ഒരു അവസരം, പദവി, ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ 1% പോലും അതിന് കുറവ് വരുത്താതെ പരിശുദ്ധാത്മാവിനെ തന്ന് കൂടെ ഇറക്കി കർത്താവ് അങ്ങനെ കൊണ്ടുപോകുക. എല്ലാരും അത് അനുഭവിക്കുന്നില്ല. എന്താ കാര്യം? കാണുന്നില്ല. കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ല. കൂടെ ട്രാവൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല, കാണുന്നില്ല. ഇന്നത്തെ ഈ സെഷനിൽ പരിശുദ്ധാത്മാവുമായുള്ള ഭേദ്യമായ ഒരു ബന്ധത്തിനകത്തോട്ട്, പരിശുദ്ധാത്മാവുമായുള്ള ആഴമായ ഒരു ബന്ധത്തിനകത്തോട്ട്,
പരിശുദ്ധാത്മാവുമായി ഒരുമിച്ച് നടക്കുന്ന, ഊണിലും ഉറക്കത്തിലും കളിതമാശ പറയുമ്പോഴും, സ്തോത്രം, ഹല്ലേലൂയ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, എല്ലാ വഴികളിലും പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ്, ഹൃദയത്തിനകത്തൊരു ചെവിയുണ്ട്, അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അത് ചെയ്, അത് ചെയ്, അത് ചെയ്, അത് അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ്, ഓ ഹല്ലേലൂയ, സ്റ്റോപ്പ്, അവിടെ നിൽക്കുക, അങ്ങോട്ട് പോ, ഓഹോ, ഇങ്ങനെ 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 ഇങ്ങനത്തെ ഒരു തലത്തിൽ. ആർക്കാ കൊതിയുള്ള, ആർക്കാ കൊതിയുള്ള, ആർക്കാ കൊതിയുള്ള? സഭയെ അങ്ങനെ ചലിപ്പിക്കാൻ പോവാ പരിശുദ്ധാത്മാവ്. സഭയെ അങ്ങനെ കൊണ്ടുപോകുമ്പോ പരിശുദ്ധാത്മാവ്, അതിന് കൊതിയുള്ള, അതിന് ദാഹം പിടിച്ച കുറച്ചെണ്ണം ഉണ്ട്. നിങ്ങളെ അങ്ങനെ ചലിപ്പിക്കാൻ പോവാ പരിശുദ്ധാത്മാവ്, അങ്ങനെ കൊണ്ടുപോകാൻ പോവാ. പാസ്റ്റർമാരെയാണോ നിങ്ങൾ നോക്കുന്നത്? സ്തോത്രം, സ്തോത്രം. സംഘടനകളെയാണോ നിങ്ങൾ നോക്കുന്നത്? എത്രത്തോളം അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റും? ഒരു ഹല്ലേലൂയ പറ. നല്ലതാണ്, ദൈവപുരുഷന്മാർ നല്ലതാണ്. അവരെ നോക്കുന്നത്, അവരുടെ ഉപദേശങ്ങള്, പ്രാർത്ഥനകള്, അവരുടെ സാന്നിധ്യം നല്ലതാണ്, അനുഗ്രഹമാണ്. നമ്മൾക്ക് വേണ്ടി ദൈവമാക്കി വെച്ചൊരിക്കുന്ന ഡിനോമിനേഷനുകൾ അനുഗ്രഹമാണ്. സ്തോത്രം. പക്ഷെ അതിലൊക്കെ എത്രയോ മുകളിലാണ് പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്ന, പരിശുദ്ധാത്മാവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി. ഇന്ന് രാത്രി സഭ അത് കൊതിക്ക്, സഭ അതിനകത്ത് കയറ്, സഭ അതിനുവേണ്ടി വാഞ്ചിക്ക്, അതിനുവേണ്ടി ദാഹമുള്ള ഒരു കൂട്ടം. ഇനി കരങ്ങളെ ഉയർത്തി ഹോളി സ്പിരിറ്റ്, ശബ്ദമുയർത്തി വിളി പരിശുദ്ധാത്മാവേ, ഉറങ്ങ വിളിച്ചോ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ചോ പരിശുദ്ധാത്മാവേ, 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 ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവേ. ഇതിലും വലിയ ഒരു സന്തോഷം ഉലകത്തിൽ വേണ്ട. പറഞ്ഞേ എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സന്തോഷം എനിക്ക് വേണ്ട. ചിലതിനെ വിട്ടുകളാ, ചിലതിനെ ഉപേക്ഷിച്ചുകളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും എനിക്ക് വേണ്ട. അമ്മാനുകളോട് തട്ടി പറ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും എനിക്ക് വേണ്ട. നിനക്കൊരു വേദന തട്ടിയാൽ, നിന്റെ ഹൃദയം ഒന്ന് പടഞ്ഞാൽ ആ നിമിഷം അറിയുന്ന പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ ആത്മാവിനൊരു ഭാരമുണ്ട്, ആത്മാവിനൊരു വേദനയുണ്ട്. ഒരു ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞ് ആത്മാവിനെ വേദനപ്പെടുത്തുന്ന, നല്ല കൂട്ടുകാരനെ പോലെ എന്റെ കൂടെ സഞ്ചരിക്കുന്ന, ഒരു നല്ല ഫ്രണ്ടാ എന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ഏറ്റവും വലിയ പാപമായി വേദപുസ്തകം ഉയർത്തി കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും എനിക്ക് വേണ്ട, അതിനെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ല ശക്തിയോടൊരു ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. സ്തോത്രം. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഒരു ഹല്ലേലൂയ പറ.
8-ാമത്തെ വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും, വായിച്ചോനെ, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് എന്തോ വരുത്തും? ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും. ഒരാൾക്കൊന്ന് കൈ കൊടുത്ത് പറ, ബോധം വരുത്തും. പക്ഷെ ചെയ്യേണ്ടത് നീയാണ്. അവിടെ ഒരു കാര്യമുണ്ട്. സ്വന്തം ബോധം വരുത്തും. ബോധം വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? സ്വന്തം സ്വന്തം എല്ലാം ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. നല്ല ശക്തിയോട് ഹല്ലേലൂയ പറ. ബോധം വരുത്തിക്കൊണ്ടിരിക്കുക. ഒരപ്പൻ എങ്ങനാകണം, ഒരു അമ്മ എങ്ങനാകണം, ഒരു മകൻ എങ്ങനാകണം, ഒരു ശുശ്രൂഷകൻ എങ്ങനാകണം, ഹല്ലേലൂയ, ഒരു തലമുറ എങ്ങനെയാകണം, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു അധികാരി എങ്ങനെയാകണം? ബോധം വരുത്തിക്കൊണ്ടിരിക്കുക. ബോധം വരുത്തും, ബോധം വരുത്തും. വീണ്ടും പറ, ചെയ്യേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം അത്രയും പറഞ്ഞങ്ങ് വിടുക. സ്തോത്രം. നല്ല ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞ. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന പാപ സ്വഭാവത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് സ്തോത്രം പറയണേ. ഈ പുറമേ മാത്രം കഴുകിക്കളഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ ചിലത് ഭയങ്കര ഉറപ്പോടെ, ബലത്തോടെ, ഈ അങ്ങനിങ്ങനൊന്ന് ഇളകാത്ത നിലകളിൽ ചിലരുടെ അകത്ത് ഉറയ്ക്കപ്പെട്ടിരിക്കുക. സ്തോത്രം പറ. ഒരു പ്രാർത്ഥനയിൽ, ഒരു ഏറ്റുപറച്ചിലിൽ, ഒരു കരച്ചിലിൽ അവിടെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ചിലതൊക്കെ മാറി ഒന്ന് പ്രാർത്ഥനാ മുറി വിട്ടിറങ്ങും. പക്ഷെ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും ചിലത് നോട്ടം തിരിക്കുന്നു, നോട്ടം മാറ്റുന്നു, ചിന്തകളെ മാറ്റുന്നു. ഹല്ലേലൂയ. ശ്രീജിത്തല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ, പരിശുദ്ധാത്മാവിന്റെ ഘനമേറിയ വാക്കുകളാ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കണേ. ഒരു ആരാധനയിൽ ഒരു ദൈവസാന്നിധ്യം ചലിക്കുമ്പോൾ ചിലത് ഏറ്റുപറയുന്നു. മാറിയതുപോലെ ഒരു തോന്നൽ. നല്ലതാണ്, നല്ലതാണ്, നല്ല എക്സ്പീരിയൻസ് ആണത്. അത് ദൈവസാന്നിധ്യത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ ഈ ലോകത്തിൽ എങ്ങും അത് കിട്ടത്തില്ല. ഹല്ലേലൂയ. പുറത്തിറങ്ങുന്നു, പക്ഷെ ചില മണിക്കൂറുകൾ നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും എവിടെയോ നോട്ടം, ചിന്തകൾ തിരിയുന്നു. എവിടെയോ ഉള്ളിൽ ഉറയ്ക്കപ്പെട്ട് കിടക്കുന്ന ചിലതുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത് ഡെലിവറൻസിന്റെ നൈറ്റാണ്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് യൂട്യൂബിലേക്ക് ഇത് വരും. ഓൺലൈനിൽ ഇത് കാണുന്നവരെ എവിടെയോ പൊളിയാതെ, എവിടെയോ പൊളിക്കാൻ ഇന്നുവരെ പറ്റാതെ, എവിടെയോ ബലത്തോടെ കട്ടിപിടിച്ച് കിടക്കുന്ന അങ്ങനത്തെ ചില പാപ സ്വഭാവത്തിന്റെ ഉറവകള് ഇന്ന് ഈ ദൂതിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലം തന്ന്, കൃപ തന്നതിനെ പൊളിക്കാൻ പോകുകയോ. നന്നായി കരമടിച്ചു, ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഈ ഒന്നും അറിയാതെ ശബ്ദകോലാഹലങ്ങൾക്കകത്ത് കരമടിച്ച് കൂട്ടത്തിൽ കൈയടിക്കുന്നവരുണ്ട്. എല്ലാവരും പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞ് എവിടെയോ ആത്മതലങ്ങളിൽ പതിയപ്പെട്ട ചില മുറി അന്യഭാഷകൾ പറഞ്ഞ് ആത്മാവിന്റെ ജീവിതത്തെ ഒതുക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി അതിൽ നിന്നുമൊക്കെ പൊട്ടി വെളിയിൽ വാ. ഒരു വലിയ അഭിഷേകം നിന്റെ അകത്ത് ഒഴുകട്ടെ. ഒരു വലിയ രൂപാന്തരം, ഒരു വലിയ മാറ്റം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ ചില ഹൃദയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഇതിനെ സ്വീകരിക്കുന്ന ദൈവജനം നന്നായി ആത്മനിറവിലൊന്ന് കരമടിച്ച്, ആത്മനിറവിലൊന്ന് അന്യഭാഷ പറഞ്ഞ്, ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്.
എവിടെയോ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉറക്കപ്പെട്ട് കിടക്കുന്ന, കഠിനമായി ഉറച്ചു കിടക്കുന്ന പാപത്തിന്റെ പിടികൾ, പാപത്തിന്റെ എഫക്റ്റുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സന്ദർശനത്ത് അത് ബ്രേക്ക് ആകട്ടെ, അത് പോട്ടെ, അതെല്ലാം വെളിയിൽ പോകട്ടെ. യേശുവേ, 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 ശബ്ദമുയർത്തി യേശുവേ, 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 യേശുവേ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ. ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഇടമനമനമനമശേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തോടോ പാപത്തിന്റെ ചെറിയ ഫലങ്ങളോടോ പോലും ദൈവസഭ കോംപ്രമൈസ് കാണിക്കരുത്. അത് വളരും. ഹല്ലേലൂയ. ഞാൻ ഇതിൽ നിന്ന് മാത്രമല്ല പ്രസംഗിക്കാൻ നിന്നത്, സ്തോത്രം പറയണേ. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേരെ ഈ ദൂത് തിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അതിനോടൊന്ന് കോംപ്രമൈസ് കാണിക്കത്തില്ല. അതൊരു ചെറിയ കാര്യമല്ലേ, അത് കുഴപ്പമില്ല. സ്തോത്രം, അത് കുഴപ്പമില്ല. കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. അതൊരു ചെറിയ കാര്യമല്ലേ, അതൊന്നും ഒരു വലിയ വിഷയമല്ല. അതൊന്നും കർത്താവിനൊന്നൊരു വിഷയമല്ല. അതൊന്നും അല്ലല്ലോ. ഈ ആറ്റിറ്റ്യൂഡ് പൊളിയട്ടെ. ചെറിയ കാര്യങ്ങളോട് പോലും പാപഫലങ്ങളോട് കോംപ്രമൈസ് കാണിക്കാത്ത പരിശുദ്ധാത്മാവിൽ അങ്ങനെ കരുത്തോടെ ബലത്തോടെ വളരുന്നൊരു കൂട്ടം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഏത് പാത്രമാ സംശുദ്ധമായിട്ടുള്ളത്? ഏത് പാത്രമാ? ഹല്ലേലൂയ. ഏത് പാത്രമാ സംശുദ്ധമായിട്ടുള്ള പാത്രം? ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ്
ആണ്ടിലൊരിക്കലല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഞായറാഴ്ച വന്ന് 2.5 മണിക്കൂർ ആരാധിക്കുന്ന സമയമല്ല. 365 ദിവസവും ഈ പരിശുദ്ധാത്മാവിന്റെ നദി നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ സംശുദ്ധമാണ്, ക്ലിയറാണ്, പ്യൂരിഫൈഡ് ആണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറത്ത് കാണുന്നതിനെ, പെട്ടെന്ന് പുറത്ത് കാണുന്നതിനെ, പെട്ടെന്ന് ലോകം കാണുന്നതിനെ എടുത്തു കളയാൻ എളുപ്പമാണ്. സ്വത്രം പറയണേ. ആത്മഭാഷ ആത്മാവ് കൊണ്ടേ ഗ്രഹിക്കാൻ കഴിയൂ. ചിലക്കത് പിടികിട്ടുന്നുണ്ട്, ചിലക്കൊന്നും പിടികിട്ടുന്നില്ല. സ്വത്രം സ്വത്രം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീടുകളിലൊക്കെ ഈ വാഷ് ബേസിൻ കഴുകുന്ന, കിച്ചണിലൊക്കെ കാണും പാത്രങ്ങൾ കഴുകുന്നത്. സ്വത്രം പറയണേ. അപ്പോൾ അതിൻ്റെ പുറത്ത് കിടക്കുന്നതിനെ, ആ കവറും പിന്നെ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളും കവർ, അതൊക്കെ കാണാം. അതൊക്കെ എടുത്ത് കളയും, കാണാൻ പറ്റും. ആരെങ്കിലും വരുമ്പോഴും നോക്കുമ്പോൾ അത് കാണാം. സ്തോത്രം. അതെടുത്ത് കളഞ്ഞു, സോപ്പൊഴിച്ചു, ക്ലീൻ ചെയ്തു, എല്ലാം ഗ്ലാമറായി. സ്തോത്രം പറയണേ. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. കാഴ്ചയ്ക്ക് ഗ്ലാമറായി. ഹല്ലേലൂയ. പുറത്തുള്ളതിനെ നീക്കി വെടിപ്പാക്കി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ ഇതിന്റെ അകത്ത് വെളിപ്പെടാത്ത നിലകളിൽ, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിലകളിൽ ഇതിനകത്തോട്ട് ഒത്തിരി മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുക. ഓ, ഇതൊരു ഭയങ്കര ഡെലിവറൻസിന്റെ സെഷനാ. ആന്തരിക തലങ്ങളെ സുഖപ്പെടുത്തുന്ന, ചില പാത്രങ്ങളെ വെടിപ്പാക്കുന്ന, പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ഒരു ഡെലിവറൻസിന്റെ സെക്ഷനാക്കി ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിങ്ങിനെ പരിശുദ്ധാത്മാവ് തിരിച്ചുകൊണ്ടിരിക്കുക. ഈ ദൂതിന്റെ മുമ്പിൽ കരമടിക്കുന്നത് ഒരു നല്ല സൈന. ഈ ദൂതിന്റെ മുമ്പിൽ സ്തോത്രം പറയുന്നത് ഒരു നല്ല ഫലം കഴിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാ. ഈ ദൂതിന് മുമ്പിൽ നീ ആരാധിക്കുന്നത് ഒരു നല്ല അടയാളമായിരുന്നു. രാത്രി കരമടിച്ചു, അന്യഭാഷ പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ശക്തിയോടെ ഒരു ഹല്ലേലൂയ. എന്നാൽ ഇത് പോകുന്ന റൂട്ടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുമ്പോൾ, കിടന്ന് ഇത് പോകാതെ കിടന്ന് ഇത് പൊട്ടി വെളിയിൽ വരും. സ്വത്രം പറ. അത് വലിയ ദുർഗന്ധമുണ്ടാകും. അങ്ങനെ സംഭവിക്കപ്പെടുന്നതിന് മുന്നമേ ഇതൊരു വലിയ മർമ്മമാണ്, ഇതൊരു വലിയ ദൂതാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവാം, പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോവാം. വലിയ നാറ്റ കേസുകളിലേക്ക് പോകേണ്ട, വലിയ ദുർഗന്ധങ്ങളിലേക്ക് പോകേണ്ട ചില പാത്രങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒഴുകാൻ പോവാ. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന, ഇതുവരെ നീങ്ങിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന ചില മാലിന്യങ്ങളെ കരിച്ചു കളയുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇതിനകത്തൊരു വിൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ഇതിനകത്തൊരു കാറ്റ് വെളിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആത്മതലങ്ങളിൽ ഞാൻ അത് അനുഭവിക്കുന്നു. എൻ്റെ ആത്മാവിനെ അത് ഉണർത്തുന്നു. ഒരു കാറ്റ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ചിലരെ രൂപാന്തരപ്പെടുത്തുന്നു, ചിലരെ ഒരുക്കി എടുക്കുന്ന, ചിലരെ ബലത്തോടെ നിർത്തുന്ന, ചിലതിനെ അലങ്കരിക്കുന്ന, എവിടെയോ കൈവിടപ്പെട്ടു പോകേണ്ട, എവിടെയോ നഷ്ടപ്പെട്ടു പോകേണ്ട ചിലതിനെ ബലത്തോടെ വീണ്ടും എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ സൈന്യമാക്കി ഉറപ്പുള്ള ജനമാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു വിൻഡ്, ഒരു കാറ്റ്, ചെതറിയതിനെ ഒരുമിപ്പിക്കുന്ന ഒരു കാറ്റ്, ബലത്തോടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു കാറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടട്ടെ.
പ്രസൻസ്, വലിയ പ്രസൻസ്, വലിയ പ്രസൻസ്, ഹെവി 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 പ്രസൻസ്, ഹെവി പ്രസൻസ്. വീണ്ടും രണ്ടുപേർക്ക് കൈകൊടുത്ത് പറ, അകമേ കാണുന്നൊരു കണ്ണുണ്ട്, മറക്കരുത്. പുറം വെളുപ്പിച്ച് ഗ്ലാമറാക്കിയിരിക്കാൻ സിമ്പിളാ, എല്ലാരെ കൊണ്ടും പറ്റും. അങ്ങനെ വെള്ള തേച്ച ഒത്തിരി ചുവരുകളുണ്ട്. സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ, കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. ഒന്ന് മാറിവിൽ തട്ടി പറ, എനിക്ക് വളരുകയാണ്, നന്നായിട്ട് വളരണം. എനിക്ക് വളരുകയാണ്, ബലത്തോടെ വളരണം. എനിക്ക് പരിശുദ്ധാത്മാവുമായി വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. അങ്ങനെ ഉള്ളതെല്ലാം നിലനിൽക്കും. പരിശുദ്ധാത്മാവിനെ കൊതിക്കുന്നതും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതും പരിശുദ്ധാത്മാവിനെ വാല്യു കൊടുക്കുന്നതും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതും പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടുന്നതും പരിശുദ്ധാത്മാവിനെ ആലിംഗനം ചെയ്യുന്നതും അങ്ങനെയുള്ളതെല്ലാം നിലനിൽക്കും. ഒരു വൻമഴയിലും ഒരു കാറ്റിലും ഒരു തിരയിലും അത് ഇടിഞ്ഞു പോകത്തില്ല. ഓ ഹല്ലേലൂയ. പറഞ്ഞ്, എന്നെ പണിയണമേ, എന്നെ പണിയണമേ കർത്താവേ. നിങ്ങൾ കൊതിക്കുന്നുണ്ടോ ഈ ദൂത്? നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടോ ഈ ദൂത്? 10,000 പ്രവചനങ്ങളെക്കാൾ നിങ്ങളെ ഇത് ആത്മതലങ്ങളെ ഇത് സന്തോഷിപ്പിക്കുന്നുണ്ടോ? ഇത് ഈ കരമടി, ഈ ആരാധന നല്ല അടയാളമാണ്, നല്ല സൈന, നല്ലൊരു അടയാളമായത്. നിങ്ങൾക്ക് പറ്റാത്തതിനെ, നിങ്ങളെ കൊണ്ട് പറ്റാത്തതിനെ, ഇന്ന് രാത്രിയിൽ ഒരു ജീവനുള്ള തിരുവെഴുത്തുണ്ട്. എന്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലം തികഞ്ഞു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. ഈ പുറത്തുള്ള വേസ്റ്റിനെ എടുത്തു കളയാം, എന്നാൽ ഇതിനകത്തോട്ട് പോകുന്നതിനെ എടുത്തു കളയാൻ പറ്റില്ല, കൈ പോകില്ല. സ്തോത്രം. അതിന് ലോകം ചെയ്യുന്ന, ലോകത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ഒരു പൗഡർ പോലൊരു സാധനം ഇതിന്റെ പുറത്തിടും. സ്തോത്രം പറയണേ. അല്പ വെള്ളം ഒഴിക്കും, ഇത് അകത്തോട്ട് പോയി അതിനെ മുഴുവൻ ദ്രവിപ്പിച്ച് കളയും. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് പറ്റാത്തതിനെ, എവിടെയോ അടിത്തട്ടിൽ ഉറക്കപ്പെട്ട് കിടക്കുന്ന ചിലതുണ്ട്. ഇന്ന് രാത്രി അത് കിടക്കുന്നിടത്തോളം കാലം നിനക്ക് യഥാർത്ഥമായി ഫലം കായ്ക്കാൻ പറ്റത്തില്ല. യഥാർത്ഥമായി അനുഗ്രഹം പ്രാപിപ്പാൻ, സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഇടിയേണ്ടത് ഇടിഞ്ഞാല്, പൊളിയേണ്ടത് പൊളിഞ്ഞാല് ഇന്ന് രാത്രി അനുഗ്രഹത്തോടെ, യഥാർത്ഥമായ അനുഗ്രഹത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, എത്ര വർഷം കൊണ്ട് പുറം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഇത് നടന്നുകൊണ്ടിരിക്കുക. സ്വത്രം. പുറം വൃത്തിയാക്കൽ പരിപാടി ഞായറാഴ്ച വരും. 2.5 മണിക്കൂർ പുറം വൃത്തിയായി. സ്വത്രം പോയി. പിന്നെ അകത്തത് കിടക്കുക 2.5 മണിക്കൂർ. അതിന്റെ എഫക്റ്റ് ഒരു 5-6 മണിക്കൂർ നിൽക്കും. ചിലക്ക് 2 ദിവസം നിൽക്കും. പിന്നെയും പൊങ്ങി വരിക.
ദുർഗന്ധം പൊങ്ങി വരെ പൊട്ടേണ്ടത് പൊട്ടണം. ഡെലിവറൻസിന്റെ മീറ്റിംഗ്. ഒരു മാനസാന്തരത്തിന്റെ ദൂത് കേട്ടു, ഒരു മാനസാന്തരത്തിന്റെ മെസ്സേജ് കേട്ടു. ഹല്ലേലൂയ. വലിയ സന്തോഷമായി അവിടുന്ന് സമർപ്പിച്ചു, കരഞ്ഞു. സ്തോത്രം. പുറത്തേക്ക് പോയി. അതിന്റെ എഫക്റ്റ് കുറച്ച് മണിക്കൂർ നിന്നു. പിന്നെ ആള് പഴയതിനെക്കാട്ടിലും ഫോഴ്സിൽ തനി ഗുണം വെളിപ്പെടുക. എന്താ റീസൺ? ഇത് ഒഴുകുന്നില്ല. 24 മണിക്കൂറും ഇത് ഒഴുകുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കുക. പരിശുദ്ധാത്മാവിന്റെ ഫലമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റോ ദൈവസ്ഥൽ എഴുന്നേറ്റോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലമൊഴുകട്ടെ. പരിശുദ്ധാത്മാവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി, പരിശുദ്ധാത്മാവ് കൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഈ പരിശുദ്ധാത്മാവ് ഏതറ്റം വരെയും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കും. ഏതറ്റം വരെയും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കും. ദൈവ സ്വഭാവമുള്ളവനെ വെളിപ്പെടുത്താനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അപ്പൊ പുറമേ ഗ്ലാമർ ഉള്ളത് കുറച്ചുപേരുടെ മുമ്പിൽ വലിയ പ്രീതി പറ്റും, വലിയ പ്രീതിക്കിടയാക്കും കുറച്ചുപേരുടെ മുമ്പിൽ. സ്വത്രം പറയണേ. പക്ഷെ അതിന് നിലനിൽപ്പില്ല. ആ കുറച്ചുപേര് കണ്ടവര്, സ്വത്രം പറയണേ, ഒരു 6 മാസത്തിനപ്പുറം കണ്ടാൽ മാക്സിമം ഞാൻ പറയുന്നത്, ആ കണ്ട കണ്ണുകൊണ്ട് തനി ഗുണം വെളിപ്പെടും. അകത്തിത് കിടക്കുക, പൊട്ടി വെളി വരും. സ്വത്രം. ഹല്ലേലൂയ. ഇന്നലെ കണ്ടവരും ഇന്ന് കാണുന്നവരും നാളെ കാണുന്നവരുമല്ല ഒരുപോലെ വിളിച്ചു പറയാൻ കഴിയട്ടെ, ഇത് ആത്മാവ് ഒഴുകുന്ന ഒരു മനുഷ്യനാ, ഇത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹ, ഇത് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകുന്ന ഒരു ചാലായുധ. പ്രാപിച്ചു. ചിലര് പ്രാപിച്ചു. ഹല്ലേലൂയ. സമർപ്പിക്കുന്നത് എനിക്ക് പുറം മാത്രം വൃത്തിയാക്കി കാണിക്കാൻ വേണ്ടി ഇരിക്കണ്ട. അങ്ങനെ പറ്റിക്കാം, ലോകത്തെ പറ്റിക്കാം, ഒത്തിരി പേരെ പറ്റിക്കാം. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തോട് കൂടെ ആ ദൈവമാ കാണുന്ന, ദൈവം അറിയുന്നു. അഗ്നിജ്വാലയ്ക്കത്തൊരു കണ്ണുണ്ടോ എന്നറിയുന്നവർക്ക് സ്വത്രം ആ കണ്ണിനെ പറ്റിക്കാൻ കഴിയില്ല. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പൗഡർ വീഴട്ടെ. അകത്ത് കെട്ടിക്കിടക്കുന്ന സകല മാലിന്യങ്ങളെയും ചാരമാക്കുന്ന ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു സ്പർശനം, ഒരു ഇടപെടൽ ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് വരാമോ ഫ്രണ്ടിലോട്ട്? ഒന്ന് മാറ്റിക്കേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് വരാമോ ഫ്രണ്ടിലോട്ട്? ആ സീറ്റ് വിട്ടൊന്ന് വരാമോ ഫ്രണ്ടിലോട്ട്? ഇത് സ്വർഗം വലിയ പദ്ധതികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചൊരു സമയമായത്. ഇതിലേക്ക് വേണ്ടി കണ്ടവരുന്ന രാത്രി ഹാളിലുണ്ട്. ഇല്ല, ഇത് 10,000-ങ്ങളെ തൊടണം. ഇത് മീഡിയയിലൂടെ പുറത്തു പോകട്ടെ. 10,000-ങ്ങൾ ഇത് തൊടട്ടെ. ഓടിവാ.
ഹർത്തൽ ഖടാലമ ശഖി ലിഗന്തല മർത്തൽ ഖന. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. പരിശുദ്ധാത്മാവ് ഒഴുകണമേ. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒഴുകണമേ. ആത്മാവേ എന്റെ മേൽ ഒഴുകണമേ. വിട്ടുകൊടുക്കാമോ? എവിടെയോ കെട്ടി ഉറക്കപ്പെട്ട് കിടക്കുന്ന പാപത്തിന്റെ അധികാരങ്ങൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കുത്തൊഴുക്കൽ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കൽ, അതെല്ലാം നിൽക്കാൻ പറ്റാതെ പൊട്ടി ഇടിഞ്ഞ് ഒഴുകി പോകട്ടെ. ഈ ദൈവശക്തി വെളിപ്പെടട്ടെ. ഘടമന ലക്ഷബല ലക്ഷബല ഘടമന ലഗദര ബല 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 റെബെബെ ബെബെ 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 ശതലെ ബലെ ബലെ ഹോ റിയദല ബബ ബബ റിഗമ മമ മമ ശംദരെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് ബഹുദൂരത്ത് നിന്നും നോക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല എനിക്ക് നടക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഒഴുകുന്ന ഒരു മനുഷ്യനായി, പരിശുദ്ധാത്മാവ് കൈപിടിച്ച് കൊണ്ടുപോകുന്ന നടത്തുന്ന ഒരു മനുഷ്യനായി, പരിശുദ്ധാത്മാവ് ഒഴുകുന്ന ഒരു മനുഷ്യനായി പറഞ്ഞു, എനിക്കങ്ങനെ നടക്കണപ്പാ, എനിക്കങ്ങനെ നടക്കണം കർത്താവ്, എനിക്കങ്ങനെ നടക്കണം യേശു, എനിക്കങ്ങനെ നടക്കണം കർത്താവ്. ഹല്ലേലൂയ. പാപത്തോട് കൂടെ, പാപത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നടക്കത്തില്ല. പാപത്തോട് ചേർന്ന് യേശു ട്രാവൽ ചെയ്യത്തില്ല. പാപത്തെ അവൻ വെറുക്കുന്നു, എന്നാൽ അത് തൊട്ട പാപിയായ മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു. ആ മനുഷ്യനെ അവൻ വിട്ടുകളയത്തില്ല. ആ പാപത്തെ അവൻ വെറുക്കുന്നു, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നില്ല. അങ്ങനെ ട്രാവൽ ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവമെന്ന്
അതിനെ അനുകൂലിക്കുന്ന ഒരു ആത്മാവെന്ന്. അങ്ങനെയല്ലല്ലോ പരിശുദ്ധാത്മാവ്. ഇത് ദൈവത്തിന്റെ ആത്മാവ്, ദിവ്യാത്മാവ്. കർത്താവിനെ സ്തുതിക്കണം. എന്നാൽ അതെല്ലാം വിട്ടൊഴിഞ്ഞ് അത് തൊട്ടൊരു മനുഷ്യന്റെ മേൽ പ്രവർത്തിച്ച് പരിവർത്തനം നടത്തി അതിനെയൊക്കെ പൊട്ടിച്ച് അസാധാരണമായ ദൈവപദ്ധതികളിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ദൈവഫലവും ദൈവീക ഭാവവും സ്വഭാവവും വെളിപ്പെടുത്തി അങ്ങനെ ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു മനുഷ്യനാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അതിനേൽപ്പിച്ചു കൊടുക്കുന്നവർ കരമുയർത്തിപ്പിടിച്ചു. ഇത് ഓൺലൈനിൽ കാണുന്നവർ അതിന് സമർപ്പിച്ചു കൊടുക്കുന്നവർ കരമുയർത്തിപ്പിടിച്ചു. എനിക്ക് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തണം. യേശു പറഞ്ഞു, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, എന്നെ കേട്ടവർ പിതാവിൽ നിന്ന് കേട്ടിരിക്കുന്നു. എന്നെ അറിഞ്ഞവർ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞു, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്, ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്, ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ആരാ പ്രാർത്ഥിക്കുന്ന? ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടവർ, യേശുവിനെ തൊട്ടവർ, യേശുവിനെ കേട്ടവർ, യേശുവിനെ അനുഭവിച്ചവർ പിതാവ് എന്താണെന്ന് അറിഞ്ഞത്. യേശുവിന്റെ സ്നേഹം അറിഞ്ഞവർ പിതാവിന്റെ സ്നേഹമാ അറിഞ്ഞത്. യേശുവിന്റെ വാക്ക് കേട്ടവർ പിതാവിന്റെ വാക്കാ കേട്ടത്. ഇന്ന് രാത്രി സഭയൊന്ന് സമർപ്പിക്കാമോ ഈ ദൂതിന്റെ മുമ്പിൽ? പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, എന്നെ അറിയുന്നവർ പിതാവിനെ കാണട്ടെ. പിതാവ് എന്താണെന്ന് അറിയട്ടെ. പിതാവിന്റെ വാക്കുകൾ കേൾക്കട്ടെ. പിതാവിന്റെ സ്വഭാവം എന്റെ മേൽ കാണട്ടെ. ദൈവഭാവം, ദൈവഫലം എന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ സ്നേഹം എന്റെ മേൽ വെളിപ്പെടട്ടെ. എന്നെ അറിയുന്നവർ ദൈവത്തിന്റെ സ്നേഹം അറിയട്ടെ, ദൈവത്തിന്റെ കരുതൽ അറിയട്ടെ, ദൈവത്തിന്റെ മഹത്വം അറിയട്ടെ, ദൈവത്തിന്റെ ജീവൻ അറിയട്ടെ, ദൈവത്തിന്റെ ശക്തി അറിയട്ടെ, ദൈവത്തിന്റെ കൃപ അറിയട്ടെ, ദൈവത്തിന്റെ മഹത്വം അറിയട്ടെ, ആ ഭീയുടെ ചൂടറിയട്ടെ, ആ ബലം അറിയട്ടെ, ആ തേജസ് കാണട്ടെ. ഓ, ആ ഗ്ലോറി കാണട്ടെ, ആ ഗ്ലോറി കാണട്ടെ. ഗ്ലോറി, ഗ്ലോറി. നിന്നെ കാണുന്നവർ, നിന്നെ കാണുന്നവർ ദൈവതേജസ് കാണത്തക്ക നിലകൾ, ദൈവമഹത്വം കാണത്തക്ക നിലകൾ.
പരിശുദ്ധാത്മാവേ, തികഞ്ഞ ആത്മാവേ, ആണത്വത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഭയങ്കരമായി തുറന്നു വന്നതിനായി സ്തോത്രം, വെളിപ്പെട്ടതിനായി സ്തോത്രം, ഒഴുകിയതിനായി സ്തോത്രം. ഇതിവിടെ തീരുകല്ല കർത്താവേ. ഇന്ന് രാത്രിയിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ തുടർമാനമായി വിട്ടുപിരിയാതെ എപ്പോഴും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഒരു കറയ്ക്കും ഒരു വാട്ടത്തിനും ഒരു മാലിന്യത്തിനും ഒരു ചുളുക്കത്തിനും പെർമിഷൻ ഇല്ലാതെ സദാ ഇപ്പോഴും ആത്മാവ് ശക്തമായി ഒഴുകുന്നതിനായി സ്തോത്രം, ശക്തമായി ചലിക്കുന്നതിനായി സ്തോത്രം. അതിനാൽ ഞങ്ങളെ പൂർണ്ണമായി അനുവദിച്ചു തരുന്ന കർത്താവേ, കരുത്തുറ്റ ദൈവസഭ പൊങ്ങി വരട്ടെ. ഭൂമിയിൽ പിതാവ് കൊതിക്കുന്ന മഹത്വത്തിൻ്റെ സഭ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവസഭ, പരിശുദ്ധാത്മാവ് ഒഴുകുന്ന ദൈവസഭ, പ്യൂരിഫൈ ചെയ്യപ്പെട്ട പാത്രങ്ങൾ, വെടിപ്പുള്ള പാത്രങ്ങൾ, തികവുള്ള പാത്രങ്ങൾ, ശക്തമായി ഒരുക്കപ്പെട്ട പാത്രങ്ങൾ ഉയർന്നിൽക്കട്ടെ. സാക്ഷ്യത്തിൻ്റെ പാത്രങ്ങൾ ഉയർന്നിൽക്കട്ടെ, സാക്ഷ്യത്തിൻ്റെ പാത്രങ്ങൾ ഉയർന്നിൽക്കട്ടെ, ജീവനുള്ള സാക്ഷ്യത്തിൻ്റെ പാത്രങ്ങൾ ഉയർന്നു നിൽക്കട്ടെ, ജീവനുള്ള സാക്ഷ്യത്തിൻ്റെ പാത്രങ്ങൾ ഉയർത്തിപ്പിടിക്കണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ മഹത്വത്തിനും അങ്ങയുടെ വിശ്വസതയ്ക്കും അങ്ങയുടെ ജീവനും അങ്ങയുടെ കരുണയ്ക്കും കരുതലുകൾക്കും കൃപയ്ക്കും നന്ദി പറയുന്നു. അത്ഭുതങ്ങളെ യേശു ചെയ്തിരിക്കുകയാൽ സ്തോത്രം, അനുഗ്രഹിച്ചയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ചേർന്ന് കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ.